വർത്തമാനത്തിൽ ഇന്ന് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ മുതുവറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂ വിഗ്രഹമായ വനദുർഗയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. പ്രകൃതി ഭേദങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്ന ദേവീ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. അതായത് കാറ്റും മഴയുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദേവി ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അമ്പലത്തിന് മേൽക്കൂരയില്ല. ഇവിടം ചൂരക്കാട്ടുകര എന്ന് പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ചൂരൽ കാടുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നത്രേ ഇവിടെ. അങ്ങനെയാണ് ചൂരക്കാട്ടുകര എന്ന പേരുണ്ടായി എന്നാണ് പറയുന്നത്. ചൂരക്കാട്ടുകര ഭഗവതി ക്ഷേത്രം ഇവിടെ ഉണ്ടായതിന് പിന്നിലുള്ള ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, പണ്ട് ഇവിടം യാഗഭൂമിയായിരുന്നു. കാലക്രമേണ അവിടെ ചൂരൽ കാടുകൾ നിറഞ്ഞു. ഇവിടുത്തെ പ്രദേശനിവാസികൾ ചൂരൽ കാടുകൾ വൃത്തിയാക്കുന്ന സമയത്ത് അവരുടെ കത്തി ഇവിടെ കൊണ്ടെന്നും രക്തം പൊടിഞ്ഞെന്നുമാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ദേവീ ചൈതന്യമുണ്ടെന്ന് മനസ്സിലായത്. ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മഹിഷാസുരവധത്തിന് ശേഷം കോപമടക്കി ശാന്തസ്വരൂപിണിയായി ലോക നന്മയ്ക്കായാണ് ദേവി ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ കഥ ദേവി മഹാത്മ്യത്തിൽ ഇങ്ങനെയാണ്. പണ്ട് രംഭൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മഹിഷം അഥവാ എരുമയിലുണ്ടായ പുത്രനാണ് മഹിഷാസുരൻ. മഹിഷാസുരൻ അതീവ ബലവാനായിരുന്നു. പക്ഷേ തൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിനായി മഹിഷാസുരൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഏത് വരമാണ് വേണ്ടതെന്ന് മഹിഷാസുരനോട് ചോദിച്ചു. മഹിഷാസുരൻ ആവശ്യപ്പെട്ടത് അമരത്വമായിരുന്നു. അത് തരാൻ സാധ്യമല്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തുടർന്ന് മഹിഷാസുരൻ എന്നാൽ തൻ്റെ മരണം സംഭവിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാവണമെന്ന് പറഞ്ഞു. സ്ത്രീകൾ പൊതുവെ അബലയാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടായിരുന്നു മഹിഷാസുരൻ അങ്ങനെ പറഞ്ഞത്. ആ വരം ബ്രഹ്മാവ് നൽകി. പക്ഷേ മഹിഷാസുരൻ ആ വരത്തിന് ശേഷം അതീവ അഹങ്കാരിയായി തീർന്നു. സാധുജനങ്ങളെയും, എന്തിനു പറയുന്നു, ദേവന്മാരെ പോലും ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുക്കൻ ദേവന്മാർ ത്രിമൂർത്തികളെ കണ്ട് അവരുടെ സങ്കടം അറിയിച്ചു. ത്രിമൂർത്തികൾ അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെയൊക്കെ ശക്തി രൂപപ്പെടുത്തി ഒരു പുതിയ ദേവിയെ ഉണ്ടാക്കി. ആ ദേവിയാണ് ദുർഗാദേവി. ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിൽ 10 നാൾ യുദ്ധം നടന്നു. 10ാം നാളാണ് ദേവി മഹിഷാസുരനെ വധിക്കുന്നത്. അതിനുശേഷം ആ വധത്തിന് ശേഷമാണ് ദേവി ഇവിടെ കുടിയിരിക്കുന്നതെന്നും ഒരു സങ്കല്പമുണ്ട്. ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് മുളയങ്കാവ് ഭഗവതിയും പിന്നീട് നാഗപ്രതിഷ്ഠയും വനശാസ്താവുമാണ്. ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ നവരാത്രി, തൃക്കാർത്തിക, ശിവരാത്രി ദിവസം വടക്കുംനാഥനിലേക്കുള്ള കൂട്ടെഴുന്നള്ളിപ്പ് എന്നിവയാണ്. ചൂരക്കോട്ടുകാവ് ക്ഷേത്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഷ് എവിടെ വരെയായി ഒരുക്കങ്ങളൊക്കെ? പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ഒരുവിധം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റം കഴിഞ്ഞു. അന്ന് തൊട്ട് എല്ലാ ദിവസവും രാവിലെ ശീവേലി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് ദിവസം തന്നെ പറ പുറപ്പാടുകളുണ്ട്. നമ്മുടെ ഈ ദേശത്തിൻ്റെ ഓരോ ഭാഗത്തും ചെന്ന് പറ വഴിപാട് സ്വീകരിക്കുക. അതായത് തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു ധനസമാഹരണം കൂടിയാണെന്നുള്ള സങ്കല്പമാണ്. മാത്രമല്ല നാട്ടിലെ മുഴുവൻ വീടുകളിലും ആ ദേവി സന്ദർശിച്ച് അവരുടെ ഒരു സങ്കട കാര്യങ്ങളൊക്കെ നിവർത്തിക്കുക എന്നൊരു സങ്കല്പം കൂടി അതിലുണ്ട്. അപ്പോൾ ഈ ആനപ്പറ എന്നുള്ളത് വളരെ അപൂർവമാണ്. ആന പോയി പറയെടുക്കുക, ഭഗവതി നേരിട്ട് വീട്ടിൽ ചെല്ലുക എന്നുള്ളതാണ്. മറ്റു വെളിച്ചപ്പാടുകളാണ് സാധാരണ. ഇത് ഭഗവതി നേരിട്ട് വീട്ടിൽ ചെല്ലുക എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ട് നടത്താം ആ പറയ്ക്ക്. അപ്പം അങ്ങനെ ഈ ആറാട്ട് എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദേശത്തേക്കുള്ള പറ എഴുന്നള്ളിപ്പാണ്. പിന്നെ പൂരം കൊടിയേറി കഴിഞ്ഞാൽ 7ാമത്തെ ദിവസമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അതുവരെ നമ്മുടെ അമ്പലത്തിൽ വൈകിട്ട് ഒരു ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന, എല്ലാ ആൾക്കാർക്കും പങ്കെടുക്കാവുന്ന കലാപരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഒരുപാട് കലാസംഘടനകൾ ഇതിന് ചുറ്റുപാടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ അത് കാരണം തന്നെ നാട്ടിൽ ഇപ്പം ഞങ്ങളൊരു 1-2 പ്രൊഫഷണൽ ടീമുകളുണ്ട്. അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ട് ഉണ്ടായതാണ്. ദുർഗാ തിയേറ്റേഴ്സ് പറഞ്ഞിട്ട് ബാലയൊക്കെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രോത്സാഹനമാണ് ഈ ഉത്സവം കാര്യങ്ങളൊക്കെ. ഘടകപുരങ്ങളിലെ ഏറ്റവും ദൂരത്തുള്ള അമ്പലം കൂടിയാണ്. ഏറ്റവും ദൂരത്താണെന്ന് മാത്രമല്ല 14 ആന, ഏറ്റവും കൂടുതൽ ആനകളെ പങ്കെടുപ്പിച്ച് മേളക്കാരെ ഏറ്റവും കൂടുതൽ പങ്കെടുപ്പിച്ചിട്ടുള്ള പൂരമാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതാണോ പാറമേക്കാവിൻ്റെ പൂരം, ഇതാണ് തിരുവമ്പാടി പൂരം എന്നൊക്കെ ചോദിക്കാറുണ്ട്.
അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ പാറമേക്കാവിന്റെ പാണികൊട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഭഗവതി നമ്മുടെ പൂരം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നടുലാലിൻ്റെ അവിടെ നിന്നാണ് പൂരം തുടങ്ങും, ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കും. 9:30 തൊട്ട് 11 മണി വരെയാണ് രാവിലത്തെ. ആ 11 മണി കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ ഉള്ളിക്കോട് അങ്ങോട്ട് ഇറങ്ങി തെക്കോട്ട് ഇറക്കം എന്ന് പറയും. തെക്കോട്ട് ഇറങ്ങിയിട്ട് നേരെ പാറമേക്കാവിലേക്ക് പോകും. പാറമേക്കാവിൽ ഈ ഭഗവതി ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് സാധാരണ പറയാം. അവിടുത്തെ ഭഗവതി ഈ ഭഗവതിക്ക് കാര്യങ്ങൾ കൈമാറുന്നു. അപ്പോൾ എന്നിട്ടാണ് പാണി കൊട്ടിയിട്ട് അവിടുന്ന് ഭഗവതിയുടെ അവിടുത്തെ പാറമേക്കാവ് ഭഗവതിയുടെ സാക്ഷി നേരത്തിലാണ് ഭഗവതി പാണി കൊട്ടുക, പൂരം തുടങ്ങുള്ളൂ അല്ലേ? പിന്നെ അപ്പോൾ അത് ആ രീതിയിലാണ്. അപ്പോൾ ചില അമ്പലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഭഗവതിയെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് മറ്റേ ഭഗവതി പൂരത്തിനായിട്ട് എഴുതുന്നുള്ള എന്നാണ് സങ്കല്പം. പിന്നെ രാത്രിയിലത്തെ പൂരം 10 മണിക്കാണ്. ആ 10 മണി എന്ന് പറയുമ്പോൾ ഒരു 9:45 അവിടെ നിന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് ഭഗവതി അവിടെ ചെന്ന് ചാർജ് തിരിച്ചു കൊടുക്കാന്ന് പറയില്ല സാധാരണ. അപ്പോൾ ആ രീതിയിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എഴുതുന്നുള്ളത്. 10 തൊട്ട് 12 മണി വരെ ഈ ശ്രീമൂലസ്ഥാനത്ത് വീണ്ടും പൂരം. അത് കഴിഞ്ഞാൽ തിരിച്ച് അമ്പലത്തിലേക്ക് ഇവിടേക്ക് എഴുന്നള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ചിട്ട. തിരുമേനി തുടക്കകാലത്ത് പറയെടുപ്പ് എങ്ങനെയായിരുന്നു? അതന്നെ, കൊടി കയറി പിറ്റേ ദിവസം തൊട്ട് പറക്കി പുറപ്പെടും. അത് രാവിലത്തെ പൂജ കഴിഞ്ഞാൽ ഈ സമയത്ത് പുറപ്പെടും. കൊറ്റമ്പള്ളി കുറൂർ മനക്കിലെ ചെമ്മങ്കാട്ട് മനക്കിലേക്ക് പറയണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അന്യാദ്യം പെട്ടില്ല. പിന്നെ അവസാനം കൊറ്റമ്പള്ളി മനക്കിൽ മാത്രം അവിടെ ഇറക്കി പൂജ, ഈ വരുന്നവർക്കൊക്കെ ഊണ്. അപ്പോൾ നേരത്തെ അവിടേക്ക് എത്തും. അവിടെ പോയി എല്ലാവരും പറ കഴിഞ്ഞ് കൊട്ട കഴിഞ്ഞ് അവിടെ കിടക്കും കുറച്ച് നേരം. നാണയപ്പറ എന്ന് പറഞ്ഞിട്ട് ഇവിടെയായിരുന്നു ഈ അമ്പലം പണിക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ സഹകരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാം ഓരോ വീട്ടിൽ നിന്നും ഓരോ പറയണമെന്ന് പറഞ്ഞു. നാണിപ്പറ അങ്ങനെ 118 നാണിപ്പറ ഉണ്ടായി. അത് എവിടെയും ഉണ്ടായില്ല. അത്ര അതായിരുന്നു. ആ പറമ്പ് മുഴുവൻ ഇവിടെയൊക്കെ ചാണം മെഴുകി, അന്ന് ഇവിടുത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചാണം മെഴുകി പറമ്പ് മുഴുവൻ നാണിപ്പറ. അതെല്ലാവർക്കും വലിയ അത്ഭുതമായി. എത്ര കഴിവുണ്ടോ അവിടെ എന്നുള്ളത്. സഹകരണമാണ്. പൂരത്തിന്റെ ദിവസം ഒരുപാട് ചടങ്ങുകളുണ്ട് ചൂരക്കോട്ടുകാവ് ഭഗവതിക്ക്. ഏറ്റവും കൂടുതൽ വാദ്യക്കാരും ആനകളുമുള്ള ഘടകപൂരമാണ് ഭഗവതിയുടേത്. പൂരത്തിന്റെ ദിവസം രാവിലെ നടപ്പാണ്ടിയുടെ അകമ്പടിയോടെയാണ് ഭഗവതി എഴുന്നള്ളുന്നത്. പിന്നീട് നടുവിലാലിൽ നിന്ന് പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുന്നാഥനിലെത്തുന്നു. പിന്നീട് ദേവി പാറമേക്കാവിലാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത്. അവിടെ ഒരു സങ്കല്പമുണ്ട്. പാറമേക്കാവിൽ ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ ഇറക്കി എഴുന്നള്ളിപ്പിന് ശേഷം മാത്രമേ പാറമേക്കാവിലെ പൂരം തുടങ്ങുകയുള്ളൂ. രാത്രി പിന്നീട് പാറമേക്കാവിൽ നിന്ന് എഴുന്നള്ളി നടുവിലാലിലെത്തുകയും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ മടങ്ങിയെത്തുന്നു. ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ ക്ഷേത്രക്കുളമാണിത്. പൂരം തുടങ്ങിയാൽ ദേവി ഇവിടെയാണ് ആറാടുന്നത്. 6 ദിവസം ആറാട്ട് കഴിഞ്ഞിട്ടാണ് ദേവി വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുന്നത്. തൃശ്ശൂർ പൂരം അടുത്തു. ചൂരക്കോട്ടുകര നിവാസികൾ ഒരുങ്ങുകയാണ് പൂരത്തിനായി.